വെനസ്വേല കൈക്കലാക്കിയതിനു പിന്നാലെ ഗ്രീൻലാൻഡ് ലക്ഷ്യമാക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ധാർഷ്ട്യത്തിന് ചുട്ട മറുപടി നൽകി യൂറോപ്യൻ രാജ്യങ്ങൾ. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാൻ അനുവദിച്ചില്ലെങ്കിൽ അധിക തീരുവ ചുമത്തുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയിലാണ് തിരിച്ചടി നൽകിയിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ. അതേസമയം രാജ്യാന്തര തലത്തിലെ പ്രമുഖ സാമ്പത്തിക ശക്തികളായ യൂറോപ്യൻ രാജ്യങ്ങളും US തമ്മിലുള്ള തർക്കം വ്യാപാര യുദ്ധം രൂക്ഷമാക്കുമെന്നാണ് വിലയിരുത്തൽ. ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറം യോഗത്തിൽ ലോക നേതാക്കൾ തമ്മിൽ ഇക്കാര്യത്തിൽ ചർച്ച നടന്നേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. വ്യാഴാഴ്ച ബ്രസൽസിൽ ചേരുന്ന യൂറോപ്യൻ യൂണിയൻ അടിയന്തര യോഗത്തിൽ തുടർ നടപടികൾ ചർച്ച ചെയ്യും. $107 ബില്യൺ വില വരുന്ന US ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് തീരുവ പുനഃസ്ഥാപിക്കാനാണ് ആലോചന. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക വ്യാപാര ഇടപാടുകളിൽ നിന്ന് US കമ്പനികളെ ഒഴിവാക്കാനുള്ള സാധ്യതയും ആലോചിക്കുന്നുണ്ട്. ഇറാനെതിരെ ട്രംപ് ആക്രമിക്കാത്തത് അറബ് രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിലാണെന്ന് വാർത്തകൾ വന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഓഹരി വിപണി നേരിയ ലാഭത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. മുഖ്യ ഓഹരി സൂചികയായ സെൻസസ് 0.23% നേട്ടത്തിലും നിഫ്റ്റി 0.11% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. ഇൻഫോസിസ് അടക്കമുള്ള IT ഓഹരികൾക്ക് മികച്ച ഡിമാൻഡ് ഉണ്ടായതോടെ വ്യാപാരത്തിന്റെ തുടക്കത്തിൽ വിപണി കുതിച്ചിരുന്നു. എന്നാൽ പിന്നീട് ലാഭമെടുപ്പിൽ വിപണി കുത്തനെ വീണു. ഒരു വേള 25,873.50 വരെ ഉയർന്ന വിപണി ഒടുവിൽ 25,694.35 ക്ലോസ് ചെയ്തത്. വിദേശ നിക്ഷേപകർ പതിവ് പോലെ വിൽപ്പനക്കാരായി. 4,346 കോടി രൂപയുടെ അറ്റോഹരി വിൽപ്പനയാണ് ഇവർ നടത്തിയത്. ഗിഫ്റ്റ് നിഫ്റ്റിയിൽ 0.64% നഷ്ടത്തിലാണ് വ്യാപാരം നടക്കുന്നത്. ഇന്ത്യൻ ഓഹരി വിപണി നഷ്ടത്തോടെ വ്യാപാരം തുടങ്ങുമെന്നാണ് ഇതിലെ സൂചന. കമ്പനികളുടെ മൂന്നാം പാദ ഫലങ്ങൾ പുറത്തുവരുന്നതും ഇന്ത്യ US വ്യാപാര കരാറിലെ പുരോഗതിയും രാജ്യാന്തര വ്യാപാര തർക്കങ്ങളും വിപണിക്ക് നിർണായകമാകും. യൂറോപ്യൻ രാജ്യങ്ങൾക്കു മേൽ അധിക തീരുവ ചുമത്തുമെന്ന ട്രംപിന്റെ പ്രസ്താവനയിൽ വിപണി ആശങ്കയിലാണ്. അവധി ദിവസമായതിനാൽ US വിപണിയിൽ ഇതിന്റെ ആഘാതം എത്രയാണെന്ന് മനസ്സിലായിട്ടില്ല. എന്നാൽ US ഫ്യൂച്ചറുകൾ ഇടവിലാണ്. S&Pയിൽ 0.7%, നാസ്ഡാക്കിൽ 1% നഷ്ടത്തിലാണ് ഫ്യൂച്ചർ വ്യാപാരം നടക്കുന്നത്. ഇത് വിപണിയിൽ വ്യാപാരം ആരംഭിക്കുമ്പോഴും തുടരാനാണ് സാധ്യത. വെള്ളിയാഴ്ച 3 സൂചികകളും നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ട്രംപിന്റെ പ്രസ്താവനയുടെ ചൂട് ഏഷ്യൻ വിപണിയിലും പ്രതിഫലിച്ചു. മിക്ക വിപണികളിലും നഷ്ടത്തിലാണ് വ്യാപാരം നടക്കുന്നത്. ജപ്പാനിലെ നിക്കൈ സൂചിക 1.5% നഷ്ടത്തിലായി. ഹോങ്കോങ് സൂചിക 0.88% തുടക്കത്തിൽ നഷ്ടത്തിലായെങ്കിലും ഷാങ്ഹായ് സൂചിക നിലവിൽ നേരിയ ലാഭത്തിലാണ്. ഏഷ്യൻ വിപണികളിലെ ട്രെൻഡ് ഇന്ത്യയിലേക്കും യൂറോപ്പിലേക്കും വ്യാപിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. യൂറോപ്യൻ വിപണിയിൽ യൂറോ സ്റ്റോക്സ് 50, ഡാക്സ് എന്നീ ഫ്യൂച്ചറുകൾ 1%-ലധികം നഷ്ടത്തിലായി. ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ സ്വർണവും വെള്ളിയും പിടിവിട്ടു കുതിച്ചു. രാജ്യാന്തര വിപണിയിൽ സ്വർണം ഔൺസിന് $4,690 നിലവിൽ 1.5% നേട്ടത്തിൽ $4,663 എന്ന നിലയിലാണ് സ്വർണം. വെള്ളിവില ഔൺസിന് $94 വരെ എത്തിയ ശേഷം പിന്നീട് താഴേക്കിറങ്ങി. നിലവിൽ $93.25 എന്ന നിലയിലാണ് വെള്ളി വ്യാപാരം നടക്കുന്നത്. രണ്ടും റെക്കോർഡാണ്. ജർമ്മനിയും ഫ്രാൻസും പോലുള്ള വലിയ സാമ്പത്തിക ശക്തികൾക്ക് മേൽ വ്യാപാര യുദ്ധം കർശനമാക്കിയതായാണ് ഇരുലോഹങ്ങളുടെയും ഡിമാൻഡ് ഉയർത്തിയത്. രാജ്യാന്തര വിലയുടെ ചുവട് പിടിച്ച് ഇന്ന് കേരളത്തിലും വില വർധനയുണ്ടായി. ശനിയാഴ്ച പവന് 1,05,440 രൂപ എന്ന നിലയിലായിരുന്നു കേരളത്തിലെ സ്വർണ്ണവില. അതേസമയം US-ഉം യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം ലോക വ്യാപാരത്തിന് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിൽ ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞു, പിന്നീട് തിരിച്ചു കയറി. പുതിയ സംഭവവികാസങ്ങൾ അമേരിക്കൻ ഡോളറിന്റെ വിനിമയ നിരക്കിൽ കുറവുണ്ടാക്കി. ഡോളർ സൂചിക 0.19% നഷ്ടത്തിൽ 99.18 ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.